ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് മാർത്തോട് തോട്ടിപ്പാലം ഫുൾ വീഡിയോസ് കാണാം കേട്ടോ. ഞങ്ങൾ രാവിലെയാണ് തിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളദാഹം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാസം ഒന്ന് വാങ്ങിച്ച് കുടിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഭാഗത്ത് പോകണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതുപോലെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഒത്തിരി കഷ്ണ സ്നേഹത്തോടെ ഇട്ടിട്ട് തന്നു. ഈ മാർത്തോട് തോട്ടിപ്പാലത്തിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഈ കടകളാണ്. എവിടെ നോക്കിയാലും ഇതുപോലെ പൈനാപ്പിളും വാട്ടർ മെലനും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വിൽക്കാനുള്ള കടകൾ കാണും. ഈ അറ്റം മുതൽ ഈ എൻഡിങ് തീരും വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. നമ്മുടെ ടിക്കറ്റ് റിസീവ് ചെയ്യണം, അല്ലാണ്ട് വിടത്തില്ല. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കെ കാമരാജ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇത് വെച്ചതെന്നാണ് എഴുതിയിട്ടുള്ളത്. ആ കാലഘട്ടത്ത് ഈ പാലം റെഡി ചെയ്തിട്ടുണ്ടെന്ന് എൻട്രി പോയിന്റിലെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എൻട്രിയൊക്കെ കഴിഞ്ഞ് മെയിൻ ഭാഗത്തോട്ട് പാലത്തോട്ട് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് രണ്ട് സൈഡും ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ മാർത്തോട് തോട്ടിപ്പാലം. അതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം, അടുത്ത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിലും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്, ഈ തോട്ടിപ്പാലം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന്. ഈ പാലത്തിൻ്റെ എൻട്രി പോയിൻ്റാണ് കേട്ടോ. നല്ല ദുർഘടം പിടിച്ച ഏരിയയാണ് കേട്ടോ. നല്ല കാണാൻ ഭംഗിയുണ്ട്, ഭയങ്കര ഡേഞ്ചറുമാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് പാലത്തിൻ്റെ എൻട്രി പോയിൻ്റ്. നല്ല നീളത്തിലുണ്ട്, നല്ല നീളത്തിൽ പാലമുണ്ട്. അപ്പോൾ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകണം. ഇപ്പുറത്തെ സൈഡ് വെള്ളമെങ്കിൽ താഴെ നല്ല പള്ളമാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഈ പാലം ഉള്ളത്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ. ഇത് ഇത്രയും നല്ല ഹൈറ്റ്, അങ്ങോട്ട് പോകുമ്പോൾ ഇതിനേക്കാളും നല്ല ഹൈറ്റിലാണ് ഈ പാലം കെട്ടിയിട്ടുള്ളത്. അതും കാണിച്ചു തരാം. ഈ പാലത്തിൻ്റെ ഫുൾ വ്യൂ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റും. രണ്ടുപേർക്ക് കൈപിടിച്ചൊന്നും നടക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് മാത്രം ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന ഒറ്റയടി പാലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ പാലം. ഒരാൾ വന്നാൽ സൈഡ് മാറി കൊടുക്കുക, അങ്ങനെയേ ഉള്ളൂ. താഴെ നോക്കിയാൽ നല്ല പള്ളമാണ് കേട്ടോ. അത്രയും സൂക്ഷിച്ച് വേണം നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ താഴെ ഇങ്ങനെ പള്ളമൊക്കെ ഉണ്ട്. ഈ പാലത്തിൻ്റെ വ്യൂ ഇതാണ്, ഫുൾ വ്യൂ. താഴെ കണ്ടോ, നല്ല പള്ളമൊക്കെ ഉണ്ട്. താഴെയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ വ്യൂ. നമ്മുടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേനും മുകളിലത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഒത്തിരി സമയം താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും തലയൊക്കെ ചുറ്റിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തല ചുറ്റി അങ്ങനെ വരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ സ്ട്രെയിറ്റാണ് നോക്കിയാണ് ഞാൻ പോയത്. പേടിയുള്ളവർ കയറാതിരിക്കുക, അതാണ് ഉത്തമം. എന്നാലും നമുക്ക് ഇതൊക്കെ കാണാൻ ഒരു നല്ല രസമാണ് കേട്ടോ. നല്ല രസമുണ്ട്, എല്ലാം കൂടെ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ കുറേയൊക്കെ നടന്നതിന് ശേഷം നമ്മൾ അവസാനം എൻഡിങ് പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻഡിങ് പോയിന്റിൽ നോക്കിയപ്പോൾ തന്നെ ഒത്തിരി ആൾക്കൂട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നു. കാരണം അവിടെയും ഒത്തിരി കടകൾ ഉണ്ടായിരുന്നു. എൻഡിങ് പോയിന്റ് ഭാഗത്ത് അവർ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി കടകൾ. അങ്ങനെ ഞങ്ങൾ ഒരു മിനി ചോക്കോ ബാർ മേടിച്ചു. അടുത്ത് ഇച്ചിരി കൊന്ന് നടന്നതിന് ശേഷം സ്റ്റെപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ മുട്ടായി കടയൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾ അതും മേടിച്ചു. ബിങ്കോയും മേടിച്ച് ഞങ്ങളങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ ബിങ്കോയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പതുക്കെ നടപ്പ് തുടങ്ങി. അപ്പോഴാണ് ശ്രദ്ധിച്ചത് കുറേ ആൻറ്റിമാർ അവിടെ ചക്കയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്ക വറ്റൽ ഫ്രഷായിട്ട് വീട്ടിൽ കൊടുക്കുന്ന ചക്ക വറ്റലുണ്ടായിരുന്നു. സംതിങ് 100 ഗ്രാമോ 250 ഗ്രാമോ എന്തോ 90 രൂപ അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാലത്തിൻ്റെ അടിഭാഗം വരുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാർഡനാണ്. പാലത്തിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗാർഡൻ കാണാൻ പറ്റും. ഇത് പാലത്തിൻ്റെ മുകൾ ഭാഗം. ഇപ്പം അതിൻ്റെ ഹൈറ്റ് അറിയാൻ പറ്റില്ല. നമ്മൾ ഇച്ചിരിയൊക്കെ നടന്നതിന് ശേഷം നല്ല ഹൈറ്റുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. താഴെ നല്ല ഭംഗിയായിട്ടുള്ള ഗാർഡൻ, വെറൈറ്റി ചെടീസൊക്കെ നട്ടിട്ടുണ്ട്, പ്ലാന്റ്സ് എല്ലാം നട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കണ്ടിട്ട് വേണം ഈ സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട്. ഹൈറ്റ് കണ്ടോ, താഴോട്ട് ഇറങ്ങുന്നതോറും ഹൈറ്റ് കൂടുക. ഇതാണ് യഥാർത്ഥ ഹൈറ്റ്, കണ്ടോ, ഒത്തിരി ഹൈറ്റുണ്ട്. നമ്മൾ നടന്നു വന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ്. താഴ്ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമ്മുടെ അടുത്ത് പോണ നേരെ കടലിലോട്ടാണ്. കടലിലല്ല. അപ്പോൾ നമ്മുടെ ഈ ഗോപുരം പോലത്തെ ഉള്ളത് സ്റ്റെപ്പാണ്, റൗണ്ടിൽ സ്റ്റെപ്പായിട്ട് നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോണത് നമ്മുടെ പാർക്കിലാണ്. താഴെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യേണ്ട സംഭവം ഈ മാർത്തോട് തോട്ടുപാലത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കാണാനുള്ളത്. അപ്പോൾ സ്റ്റെപ്പിൽ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്ന്. എന്നാലും അതുവഴി നമുക്ക്
നടന്നു പോകാൻ പറ്റും കേട്ടോ. ഇവിടെ മാക്സിമം കുറേ പേരൊക്കെ ഇരിക്കും. കാരണം അവിടെ സ്റ്റെപ്പ് ഇറങ്ങി നല്ല ടയേർഡ് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ പാർക്കിനകത്ത് എൻട്രി ചെയ്യണമുണ്ട് കേട്ടോ. ഇതാണ് പാർക്ക്. നമ്മുടെ പാർക്കിലാണ് ഇപ്പോൾ പോകുന്നത്. സ്റ്റെപ്പ് ഇറങ്ങി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പാർക്കിലോട്ടുള്ള വഴിയാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടിട്ട് വേണം നമ്മൾ പാർക്കിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് പാർക്കിലോട്ടുള്ള എൻട്രിയാണ് കേട്ടോ. അപ്പോൾ ഇത് പാർക്കാണ്. 2 വലിയ ആനിമൽസിൻ്റെ 2 ജിറാഫൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാച്ചു ആയിട്ട്. അതുപോലെ തന്നെ ഇതാണ് പാർക്ക്. അപ്പോൾ ഇവിടെ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം, ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ നമ്മൾ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ പാർക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ കുറേ സമയം പാർക്കിൽ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഈ പാർക്കിൽ നിന്ന് നേരെ ഇങ്ങനെ കുത്തന മല പോലെ ഇരിക്കുന്ന സ്റ്റെപ്പ് കയറണം. ഒത്തിരി സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നല്ല കഷ്ടമുണ്ടായിരുന്നു കേട്ടോ. കയറി തീരാൻ പറ്റിയില്ല. അമ്മാതിരി സ്റ്റെപ്പ്. നമ്മൾ വേറെ വഴിയില്ല. പക്ഷേ സ്റ്റെപ്പ് കയറി തന്നെ ആവണം. 2 സൈഡും ഇങ്ങനെ ഗാർഡനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റെപ്പ് കയറി തീരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കാവുന്നേ ഉള്ളൂ. കുറേ സമയമെടുത്ത് അത്രമാത്രം സ്റ്റെപ്പുണ്ട്. എത്രയെന്ന് എണ്ണിയില്ല. പക്ഷേ നല്ല നമ്മുടെ ഈ വന്ന ദൂരത്തിൻ്റെ ഏകദേശം ഹാഫ് തന്നെ ഈ സ്റ്റെപ്പ് കയറാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. പക്ഷേ ഇത് കയറി തന്നെ നമുക്ക് മുകളിൽ പോകാൻ പറ്റുള്ളൂ. താഴെ നിന്ന് നമുക്ക് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ പറ്റില്ല. എങ്ങനെയും കയറി തന്നെ ആവണം. അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കും. ബൈ ബൈ.